ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കൊടുത്തു വിട്ട ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു അൺബോക്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എന്താ പറയുക, എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ഇതുവരെ ഒരു ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അതെന്ത് ചെറിയൊരു എന്താണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായി. അവരെ കസിനാണ് വന്നത്. അപ്പോൾ അവരെ കയ്യിലാണ് ഇത് കൊടുത്തു വിട്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഞാൻ വാങ്ങി വന്ന് ഇതപ്പോൾ റൂമിൽ തിരിച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഭയങ്കര തിടുക്കും. തുറക്കാൻ വേണ്ടി എന്തായാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ ആദ്യമായിട്ട് കിട്ടുന്നൊരു ഗിഫ്റ്റ് അത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനിത് ആളെക്കുറിച്ച് പറയാൻ കാരണം ആൾ 3 മാസമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് യൂട്യൂബ് ചാനലുണ്ട്. പുഞ്ചിരിസ് കിച്ചൺ എന്നാണ് പേര്. ഷാഹിദ അഷ്റഫ് എന്നാണ് ഇത്തയുടെ പേര് കേട്ടോ. ചാനലിൽ അവർ ക്രീം, ഫേസ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കണ്ട് വിളിച്ച് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടാണ്. ആകെ 3 മാസം. ഇതേപോലെ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺക്രീമൊക്കെ നയിക്കുന്നേട്ടാ വാങ്ങിക്കൊണ്ടില്ലേ ഓർഡർ ആക്കും. അവരാരും വരുമ്പോൾ അങ്ങനെ കൊടുത്തു വിടലാണ്. അപ്പോൾ ഞാൻ ഇവരെ ചാനൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കെമിക്കലൊന്നും ചേർക്കാതെ അവർ വീട്ടിൽ ഉണ്ടാക്കാൻ തട്ട് അവർ നമ്മളെങ്ങനെ പറയാം അതുപോലെ അവർ ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും നമ്മളെ കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇനി മാറ്റിയൊന്നും നോക്കാമെന്ന് വിചാരിച്ചാൽ എന്തായാലും നമ്മൾ വാങ്ങി തേക്കുന്നതല്ലേ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യണ്ടേ. അപ്പോൾ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ 2 ഫേസ് വാഷ് മാത്രം ഞാൻ ഇവിടേക്ക് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. 2 ബോട്ടിൽ ഫേസ് വാഷ് വാങ്ങി നമുക്ക് യൂസ് ചെയ്തിട്ട് ബാക്കി നോക്കി വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അതേപോലെ 2 മാസം മുന്നേ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ 2 ബോട്ടിൽ വാങ്ങി. അതേ മാത്രമേ വാങ്ങിയുള്ളൂ. പക്ഷെ എനിക്ക് നല്ല മാറ്റം വന്നിട്ടോ. എനിക്ക് ഭയങ്കര മാറ്റമൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഇനി ഓർഡർ ആക്കി എൻ്റെ ഫ്രണ്ട് വൈഫ് വരുന്നുണ്ട്. അപ്പോൾ ലിപ് ബാമും ഇനിയും ഫേസ് വാഷ് എനിക്ക് 2-3-4 ബോട്ടിൽ എക്സ്ട്രാ കാരണം പെട്ടെന്ന് ഇപ്പോൾ ആരും നാട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ 4 ബോട്ടിലൊക്കെ വാങ്ങി വെക്കലാണ് ഫേസ് വാഷൊക്കെ. സ്റ്റോർ ചെയ്ത് മോയ്സ്ചറൈസർ ആണെങ്കിൽ 2 വാങ്ങും, അങ്ങനെ വാങ്ങി വെക്കൽ. കാരണം പെട്ടെന്ന് ഇപ്പോൾ ആരും വരാതെ കഴിഞ്ഞാൽ കിട്ടാനും പണിയില്ല. ഞാൻ ഇവിടെ നിന്നൊന്നും അങ്ങനെ വാങ്ങലില്ല. അവരുടെ കയ്യിൽ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ഉണ്ട്. അപ്പോൾ അതും ഫേസ് വാഷ് ഇനി ഓർഡർ ആക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിക്കാൻ എടുത്താൽ പറഞ്ഞ് നാളെ എൻ്റെ കസിൻ ഷാർജയിൽ പോവാണ്, ഞാൻ അങ്ങോട്ട് പോകണം എന്നൊക്കെ സംസാരിക്കാൻ ഞാൻ പറഞ്ഞ് ഷാർജ എൻ്റെ അടുത്ത് തന്നെ ഞാൻ താമസം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ എന്തിനും കൊടുത്തുവിടാം, കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാം, എന്താ വേണ്ടത് പറയാം, നിങ്ങൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞാൽ കൊടുത്തുവിടാൻ പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട പറഞ്ഞു. സാധാരണയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോലും വീട്ടുകാരുടെ പോലും എനിക്ക് അത് വേണം ഇത് വേണം പറയുന്നൊരു ടൈപ്പല്ല. എന്തെങ്കിലും വാങ്ങി തന്നാൽ അത് യൂസ് ചെയ്യാമെന്നല്ലാതെ ഞാൻ ഇന്നത് വേണം അത് വേണം എന്ന് ഞാൻ പറയില്ല. ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫോൺ വെച്ചതാണ്. പിന്നെ പിറ്റേ ദിവസമാണ് കസിൻ ഇങ്ങോട്ട് വരുന്നത്. എന്നോട് പറഞ്ഞ് ഞാൻ കുറച്ച് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്, അവിടെ ആളെത്തി എന്നെ വിളിക്കും, നീ പോയി വാങ്ങിക്കോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താ ഏകദേശം അതൊന്നും പറയണ്ട, സാധനം നീ കൈ കിട്ടുമ്പോൾ തുറന്നു നോക്കോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സത്യം ഞാൻ പറഞ്ഞാൽ ഞാൻ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഒന്നും വേണ്ട എന്ന് പറയുന്ന ടൈപ്പായിട്ടാണ്. ഞാൻ ആരോട് അങ്ങനെ ഇന്നത് വേണം അത് കൊണ്ടാകുമെന്ന് ഞാൻ അങ്ങനെ എനിക്ക് മടിയാണെന്ന് പറയാൻ. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. എന്താണെന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന്, കട്ട് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇതാണ് ഇപ്പോൾ അത്ര വലിയ സംഭവം തോന്നും. പക്ഷേ എനിക്ക് ഇത് ഒരു സംഭവമാട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, 1 രൂപയുടെ മിഠായി ഇപ്പോൾ നമ്മൾ പറയാതെ ഒരാൾ വാങ്ങിക്കൊണ്ട് തരികയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം അത് പറഞ്ഞിട്ട് വാങ്ങിക്കാണ്ട് നല്ലത് പറയാതെ വാങ്ങി തരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. എന്നാൽ 1 രൂപയുടെ മിഠായി ആണെങ്കിലും ഹാപ്പിയാണ്. ഇപ്പോൾ ആദ്യത്തെ കവറിലുള്ളത് 3 മിക്സ്ചർ പാക്കറ്റാണ് കേട്ടോ. നമുക്കിവിടെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കഴിച്ചാലും എന്തൊക്കെ കിട്ടുകയാണെങ്കിലും പക്ഷെ നാട്ടിൽ നിന്ന് കൊടുത്തയക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ടേസ്റ്റും വേറെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സെയിം ഇതേപോലൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കും, എല്ലാം കിട്ടും ഇവിടെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ വേറെ ടേസ്റ്റാണ്. ഇത് കപ്പ ചിപ്സ് അല്ല ഞാൻ വിചാരിച്ചേ ഉള്ളൂ. കാരണം ഞാൻ 2 ദിവസം മുന്നേ ഞാൻ നാട്ടിലേക്ക് എൻ്റെ സിസ്റ്ററിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവൾ ഇതിരുന്ന് കഴിക്കിയിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എനിക്കിഷ്ടമായിട്ടായി കപ്പ ചിപ്സ്. പക്ഷെ ഇവിടുന്ന് വാങ്ങുമ്പോൾ എത്ര കഴിച്ചാലും ആ നാട്ടിലത്തെ ഒരു കപ്പ ചിപ്സിൻ്റെ ടേസ്റ്റ് കിട്ടലില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റോഡ് സൈഡിലൊക്കെ അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന നാട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഇത് നുറുക്കാണ്. ആ ഒരു 3 പാക്കറ്റ് നുറുക്ക്. പിന്നെന്താ ഇത് വേറൊരു മോഡൽ നുറുക്കാണ്, അത് 3 പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് പൊളിക്കാൻ വേണ്ടി ഇവരുടെ വേദന എടുക്കാൻ കൂട്ടിയിരുന്നിട്ട് ഒരു നാട്ടിൽ നിന്ന് കൊടുക്കുന്ന പൊട്ടിയൊക്കെ പൊളിക്കാൻ ഭയങ്കര ഇഷ്ടം. അതെന്താ 50 ബിസ്ക്കറ്റ് ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. 50 നോർമൽ കഴിച്ചിട്ടുണ്ട്, ഗ്രീൻ പാക്കറ്റൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ പാക്കറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണുള്ളത്. അടുത്ത പാക്കറ്റ് എന്താണ് പാക്ക് ചെയ്യാതെ വേറൊരു പാക്കറ്റ്, അത് മറ്റൊരു പേപ്പറിൽ വേണം നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. അതിൽ ഫുൾ ക്രീമാണ് തോന്നും കേട്ടോ. ക്രീമാണ് ഇത്. അലവേര എനിക്കറിയാം, അത് അലവേരയുടെ സാഫ്രോൺ മിക്സാക്കിയതാണ്. പിന്നെ അത് സോപ്പ് ഉണ്ട്, അതെന്താ നോക്കാം.
അതൊക്കെ ഇത്താൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തുറന്നു നോക്കി കാണട്ടെ. എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഏതാണെന്ന് കുട്ടികളിലേക്കുള്ള സോപ്പുകളുണ്ട്, എല്ലാതരം ഫേസ് വാഷ് ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഒരു ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇത് ഫേസ് വാഷാണ്. ഈ ഫേസ് വാഷ് എന്താ വെച്ചാൽ മഞ്ചിഷ്ടയുടെ ഹണി ഒക്കെ ചേർന്നുള്ള ഒരു ഫേസ് വാഷ്. അത് 100 മില്ലിക്ക് 120 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ 2 ബോട്ടിൽ ഞാൻ വാങ്ങി യൂസ് ചെയ്ത് നല്ല മാറ്റം നമുക്ക് തോന്നും കേട്ടോ. ഒരു വട്ടം മുഖം കഴുകി നോക്കുമ്പോൾ നല്ലൊരു കളർ, മുഖമൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. ഞാൻ 100 മില്ലിക്ക് 120 ഉള്ളൂ. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും ഫേസ് വാഷ് നല്ല റേറ്റ് കൊടുക്കണ്ടേ. ഇവിടെയൊക്കെ നല്ല റേറ്റാണ് ഫേസ് വാഷിന്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും വാങ്ങലൊക്കെ നാട്ടിൽ തന്നെ വാങ്ങൽ. കാരണം ഇവിടെ നിന്ന് വാങ്ങുന്ന റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ബോട്ടിൽ നാട്ടിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്രീമായിട്ട് ഞാൻ വാങ്ങില്ല. ഇത് അലവേരയിൽ സാഫ്രോൺ നമ്മളെ കുങ്കുമപ്പൂ മിക്സ് ആക്കിയിട്ടുള്ളതാണ്. ഈ സോമതി വെളിച്ചെണ്ണയുടെ സോപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കണ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കണ സോപ്പാണിത്. ഇത് പിന്നെ ഐമാസ് എന്നൊരു പ്രൊഡക്റ്റിൻ്റെ പേരിട്ട ശംഖുപുഷ്പല്ലേ, ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് ക്രീമാണിത്. ഇത് ബ്രൈറ്റനിങ്ങിനും ആൻറ്റി ഏജിങ്ങിനൊക്കെ സ്കിൻ ടൈപ്പിനൊക്കെ പറ്റിയതാണ്. നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാം. ഇംപ്രൂവ് സ്കിൻ ടോൺ, ഡെഡ് സ്കിൽസ് റിമൂവ് ആക്സിൻ സ്കാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ വരിക കേട്ടോ. നമുക്ക് പുറത്ത് തന്നെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. റിങ്കിൾസും പിഗ്മെൻറ്റേഷനൊക്കെ നല്ല ചേഞ്ച് ആവും. ഇത് ഞാൻ യൂസ് ചെയ്തില്ല, അത് യൂസ് നോക്കണം. ഫേസ് വാഷ് ഈ സെയിം ഫേസ് വാഷാണ് മുന്നേ വാങ്ങിയത്. അത് 2 മാസം എനിക്ക് ഉപയോഗിക്കുന്ന നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങാൻ ഇനി പ്ലാൻ ചെയ്തിരിക്കുന്നതായിരുന്നു. അപ്പോഴാണ് എനിക്കത് കിട്ടിയത്. ഇനി ഞാൻ വാങ്ങണം. എനിക്ക് ലിപ് ബാമൊക്കെ ഞാൻ വാങ്ങാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നയിക്കാമെന്ന് ഓർഡർ ആക്കിയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി മാറ്റി ഇതുപോലെ കെമിക്കൽ ഇല്ലാത്തത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അവർ നല്ല ഒറിജിനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അധികം റേറ്റും അവർ ഇടുന്നില്ല കേട്ടോ, ചെറിയ റേറ്റിന് അവർ കൊടുക്കുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അവർ യൂട്യൂബ് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടും. ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല, ഞാൻ അതിന് മാത്രമൊന്നും ആയിട്ടുമില്ല കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ ഇടുന്നത് എൻ്റെ സന്തോഷത്തിന്, ഞാൻ ഹാപ്പിയാണ് ഇട്ടാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് ഇത്താക്ക് പോലും അറിയില്ല ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അവരും ഈ വീഡിയോ കാണുള്ളൂ. അപ്പോൾ ഇത്താക്ക് ഒരുപാട് താങ്ക്സ്. സെയിലൊക്കെ ഒരുപാട് ഉണ്ടാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കുക എല്ലാം നല്ലതായി തീരട്ടെ. അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ, പറഞ്ഞാൽ തീരാത്തത്ര താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.